ക്രിസ്തുവിന്റെ അന്ത്യത്താഴത്തെ വികലമായി ചിത്രീകരിക്കുന്ന പെയിന്റിംഗ് പ്രദർശിപ്പിച്ചുവെന്ന പരാതിയിൽ കൊച്ചി ബിനാലെയുടെ ഭാഗമായ മട്ടാഞ്ചേരിയിലെ ഇടം പ്രദർശനവേദി അടച്ചു. സിറോ മലബാർ സഭയും മറ്റ് ക്രിസ്ത്യൻ സംഘടനകളും പ്രതിഷേധവുമായി രംഗത്ത് വന്നതോടെയാണ് നടപടി. പ്രതിഷേധക്കാരുമായി ചർച്ച ചെയ്ത് പരിഹാരമുണ്ടാക്കുമെന്ന് ബിനാലെ ഫൗണ്ടേഷൻ അധികൃതർ അറിയിച്ചു. ഇതാണ് കൊച്ചി ബിനാലെയിൽ വിവാദമായി മാറിയ ചിത്രം. മട്ടാഞ്ചേരി ബസാർ റോഡിലെ ഇടം വേദിയിലാണ് ചിത്രം പ്രദർശിപ്പിച്ചിരുന്നത്. കന്യാസ്ത്രീമാർക്കൊപ്പം അവസാനത്തെ അത്താഴം കഴിക്കുന്ന മാതാ ഹരിയുടെ ചിത്രമെന്നാണ് ഇതേക്കുറിച്ചുള്ള കലാകാരൻ്റെ കുറിപ്പ്. മുൻപ് 2016 ഈ ചിത്രം പ്രസിദ്ധീകരിച്ചിരുന്നു. ബിനാലെയുടെ ഭാഗമായി മറ്റ് 35 കലാകാരന്മാരുടെ സൃഷ്ടിക്കൊപ്പമാണ് ടോം വട്ടക്കുഴിയുടെ ചിത്രവും പ്രദർശിപ്പിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇതിനെതിരെ ക്രിസ്ത്യൻ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. പിന്നാലെ ഗാർഡൻ കൺവെൻഷൻ സെന്ററിലെ പ്രദർശന വേദിയിലേക്കുള്ള വഴിയിൽ യൂത്ത് കോൺഗ്രസ് കരിങ്കൊടികൾ ഉയർത്തി. ഒടുവിൽ സീറോ മലബാർ സഭയും ചിത്രത്തിനെതിരെ കടുത്ത നിലപാടെടുത്തു. ആവിഷ്കാര സ്വാതന്ത്ര്യം അവഹേളനത്തിന് ഉപയോഗിക്കരുതെന്നായിരുന്നു സഭയുടെ നിലപാട്. ആദ്യം ചിത്രം മാറ്റേണ്ടതില്ലെന്നും ഇത് കലാസൃഷ്ടിയാണെന്നുമായിരുന്നു ബിനാലെ ഫൗണ്ടേഷന്റെ വാദം. എന്നാൽ പ്രതിഷേധങ്ങൾ ഒഴിവാക്കണമെന്ന് പോലീസ് അഭ്യർത്ഥിച്ചതോടെയാണ് പ്രദർശനവേദി തൽക്കാലത്തേക്ക് അടയ്ക്കാൻ തീരുമാനിച്ചത്. ചർച്ചകൾക്ക് തയ്യാറാണെന്നും ബിനാലെ ഫൗണ്ടേഷൻ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ പ്രദർശനത്തിൽ നിന്ന് വിവാദ ചിത്രം ഒഴിവാക്കണമെന്ന നിലപാടിൽ മാറ്റമില്ലെന്നാണ് ക്രിസ്ത്യൻ സംഘടനകളുടെ നിലപാട്. ബിനാലെ എന്ന പേരിൽ എന്ത് പേക്കൂത്തുമാകാം എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതിനെതിരെ കൂടിയാണ് ഞങ്ങളുടെ ഈ പ്രതിഷേധം. ഈ ബിനാലെ വേദിയിൽ ബൈബിളും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും ഹൈന്ദവ ആചാരങ്ങളും ഒക്കെ അവഹേളിക്കപ്പെടുന്ന രീതിയിലേക്ക് ചിത്രീകരണങ്ങളും സ്തൂപങ്ങളും വരുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കാൻ സർക്കാരും ഉദ്യോഗസ്ഥരും ശ്രമിച്ചാൽ അത് ഞങ്ങൾ സമ്മതിച്ചു തരുന്നില്ല എന്നുള്ള ഒരു അറിയിപ്പ് കൂടി ഞങ്ങൾ ഈ അവസരത്തിൽ തരികയാണ്. ബിനാലെയിലെ ചിത്രത്തിനെതിരെ ജില്ലാ കളക്ടർക്കും പരാതി ലഭിച്ചിട്ടുണ്ട്. എന്നാൽ വിവാദ ചിത്രത്തെ ക്രിസ്തുവിന്റെ അന്ത്യത്താഴവുമായി ചേർത്ത് വയ്ക്കരുതെന്നാണ് ബിനാലെ അധികൃതരുടെ ആവർത്തിച്ചുള്ള നിലപാട്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.